ആദ്യം ശ്രീ പി.ടി. മുഹമ്മദ് സാദിഖിലേക്ക്. വൈകാരികമായിട്ടല്ല പ്രതികരിക്കേണ്ടത്, അങ്ങനെയല്ല വിദ്യാർത്ഥി സംഘടനകൾ പ്രതികരിക്കേണ്ടത്. അതാണ് ഇന്ന് സമൂഹ മാധ്യമത്തിൽ ഇട്ട പോസ്റ്റാണ്. അത്തരത്തിലുള്ള പോസ്റ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ പലരുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് വൈകാരികമായി പ്രതികരിക്കാതിരിക്കാൻ കഴിയുക? ഇതോ ആദ്യത്തെയോ രണ്ടാമത്തെയോ കേസുകളല്ല. ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ ആ കുട്ടികൾ എന്നുള്ള വാക്ക് തന്നെ പ്രയോഗിക്കാൻ കഴിയുമോ എന്നറിയില്ല. കൂടെയുള്ളവരെ കുത്തിക്കൊല്ലുക, തച്ചുടയ്ക്കുക, ദ്രോഹിക്കുക, അല്ലെങ്കിൽ അങ്ങേയറ്റം നരകിച്ചുള്ള മരണത്തിലേക്ക് തള്ളിവിടുക. 1, 2, 3, 4 കേസുകളല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ കുറ്റവാളികളായി മാറുന്ന ഒരു പ്രവണത ഒരു സമൂഹത്തിന് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരെ തിരുത്താൻ കഴിയുക? ഈ ശാസന കൊണ്ട് മാത്രം എങ്ങനെയാണ് തിരുത്താൻ കഴിയുക? താമരശ്ശേരിയിൽ നടന്ന ഷഹബാസിൻ്റെ മരണം, കൊലപാതകം വളരെ വേദനാജനകവും നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണ്. അതിൽ തർക്കമില്ല. ആ കുടുംബത്തിൻ്റെ വേദനയോടും ദുഃഖത്തോടുമൊപ്പം നമ്മളുമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് അർഹമായ ശിക്ഷ വേണമെന്നുള്ളതിലും തർക്കമില്ല. പക്ഷേ ഈ അർഹമായ ശിക്ഷ, അവരർഹിക്കുന്ന ശിക്ഷ എന്താണ് എന്നതാണ് പ്രശ്നം. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് നിയമം, എന്താണ് നീതി, എന്താണ് കുറ്റം, എന്താണ് ശിക്ഷ. ഇതിനെക്കുറിച്ച് നമ്മൾ സമൂഹത്തിന് വലിയ അവബോധമില്ല എന്നതാണ് ഒരു പ്രധാന പ്രശ്നം. അതിൽ അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ഇവർക്കാർക്കും ഈ പറഞ്ഞ രീതിയിൽ എന്താണ് നിയമം, എന്താണ് നീതി, എന്താണ് കുറ്റം, എന്താണ് ശിക്ഷ എന്നതിൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല ഏതൊരു ക്രൈം നടക്കുമ്പോഴും നമ്മൾ വൈകാരികമായും ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രതികരിച്ചു പോകുന്നത്. പക്ഷേ ഈ കുട്ടികളായ തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, മുതിർന്ന ആളുകൾക്ക് പോലും, അതായത് തടവിലാകുന്ന ജയിൽ പുള്ളികൾക്ക് എല്ലാവർക്കും കൃത്യമായ അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന തന്നെ വകവെച്ച് നൽകുന്നത്. അത് ഒരു ഇന്ത്യൻ ഭരണഘടന മാത്രം പ്രത്യേകതയല്ല. നമുക്കറിയാം 1992 ഐക്യരാഷ്ട്ര സഭയുടെ കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഉടമ്പടിയിൽ 196 രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്. അതിലൊന്നാണ് ഇന്ത്യ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ബാലനീതി നിയമങ്ങൾ പല രാജ്യങ്ങളും നടപ്പാക്കുന്നത്. അപ്പോൾ ഇന്ത്യയും അത്തരമൊരു നിയമം 2015 നടപ്പാക്കുന്നത്. ആ നിയമമനുസരിച്ച് ആ നിയമത്തിൻ്റെ പല വകുപ്പുകളെക്കുറിച്ചും നമുക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. കാരണം ഈ പറയുന്നത് പോലെ വളരെ ഹെയ്നസ് ആയിട്ടുള്ള ക്രൂരമായൊരു കൃത്യം ചെയ്ത കുട്ടിയെ എങ്ങനെ ശിക്ഷിക്കണം, എങ്ങനെ എന്ത് തരം നടപടികൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തടവുകാർക്ക്, അത് കുട്ടികളായാലും മുതിർന്നവരായാലും, അവർക്ക് 8 തരം അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളൊന്ന്, ജയിലറകളിൽ അല്ലെങ്കിൽ അവരെവിടെയാണോ അവരെ പാർപ്പിച്ചിരിക്കുന്നത് അവിടെ മാനുഷികമായ പരിചരണം കിട്ടണം അവർക്ക്. രണ്ടാമത് നിയമപരമായ സഹായം, അവർക്ക് വക്കീലിനെ ഏർപ്പെടുത്താനുള്ള സഹായം, അവർക്ക് ഫെയർ ട്രയൽ, അതായത് ന്യായമായ വിചാരണ നേരിടാനുള്ള അവകാശം, അതുപോലെ ഹെൽത്ത് കെയർ, അവരുടെ ആരോഗ്യ പരിരക്ഷണത്തിനുള്ള അവകാശം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, കുടുംബക്കാരുമായും സുഹൃത്തുക്കളുമായിട്ട് കത്ത് മുഖേന അല്ലെങ്കിൽ ജയിൽ സന്ദർശനത്തിലൂടെയൊക്കെ ബന്ധപ്പെടാനും ആശയവിനിമയം നടത്താനുമുള്ള അവകാശം, അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതാണ് ശ്രദ്ധ. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരെ സമൂഹത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു വ്യക്തിയാക്കി, ഒരു പൗരനാക്കി മാറ്റുന്നതിനുള്ള അവകാശം ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൈവസി, അവരുടെ പ്രൈവസി. നമ്മൾ ഈ ബാലനീതി നിയമവും പോക്സോ ആക്റ്റും ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രത്യേക കാരണം മാധ്യമപ്രവർത്തകർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അവരുടെ ഐഡൻറ്റിറ്റിയെ പറ്റി സൂചന നൽകുന്ന ഒരു ഇൻഫർമേഷൻ പോലും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് നമുക്കറിയാം. അതുപോലെ റിലീജൻ, ഏത് തടവ് പുള്ളിക്കും അവൻ്റെ റിലീജൻ അനുസരിച്ച് ജയിലിൽ കഴിയാവും. അതുപോലെ അടുത്ത അവകാശം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുനരധിവാസത്തിനും സമൂഹത്തിൽ വീണ്ടും പഴയ പോലെ സമൂഹത്തിൽ ഇഴുകിച്ചേരാനുമുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവകാശത്തിൻ്റെ പ്രധാന സംഭവം ആണ് ആദ്യം പറഞ്ഞ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈ പറയുന്ന നമ്മുടെ താമരശ്ശേരി കേസിലെ അവരെ പ്രതികളെന്ന് പറയാൻ പാടില്ല, അവരെ നിയമവുമായി സംഘർഷത്തിലായ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് പറയുക. അപ്പോൾ താമരശ്ശേരിയിലെ കേസിൽ നിയമവുമായി സംഘർഷത്തിലായ ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കാമോ എന്നതാണ് ചോദ്യം. പരീക്ഷ എഴുതിക്കാനുള്ള അവകാശം ഇവർക്ക്
നിയമം നൽകുന്നതാണ്, നമ്മുടെ ഭരണഘടന നൽകുന്നത്. കാരണം ഇവർ 18 വയസ്സിലുള്ള കുട്ടികളുടെ മറ്റുതരം മാനസികാവസ്ഥകളെ കുറിച്ചൊക്കെ പഠിക്കേണ്ടതും ഗവേഷണങ്ങൾ നടത്തേണ്ടതും. പക്ഷേ നിലവിലുള്ള നിയമം അനുസരിച്ച് അവരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു. അതെ, ശ്രീ പി ടി മോഹൻ അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഈ കുട്ടി ഇപ്പോൾ നമ്മൾ ഈ പെരുകുന്ന കുറ്റകൃത്യങ്ങൾ കുറിച്ച് സഭ പോലും ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇത്രേ സംഭവിക്കുന്നുള്ളൂ, ഇങ്ങനെ ജാമ്യത്തിൽ പോകാം. ഈ തൃപ്പൂണിത്തുറയിൽ റാഗിങ് കാരണം ആത്മഹത്യ ചെയ്ത ഒരു കുട്ടി ഒരു കുറ്റബോധം പോലും ഇല്ലാതെ ആ കൂട്ടുകാർ ഇൻസ്റ്റാഗ്രാം ചാറ്റൊക്കെ പുറത്തു വന്ന സാഹചര്യമുണ്ട്. ഈ പ്രതിഷേധമെങ്കിലും ഉണ്ടാകുമ്പോൾ ഇതിൽ വലുതെന്തൊക്കെയോ കിട്ടും എന്ന പേടി പോലും ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത്രേ സംഭവിക്കുകയുള്ളൂ. പരീക്ഷ എഴുതാം, ജാമ്യം കിട്ടാം, പുറത്തു വരാം, മുഖം പോലും പുറത്ത് പോകുന്നില്ല. ഇത്രയ്ക്കും ഉറപ്പ് നൽകുമ്പോൾ പഴയ കാലമല്ല. എങ്ങനെയാണ് പേടിപ്പിച്ച് നിർത്താൻ കഴിയും? ഇത് അതുപോലും ഇല്ലെങ്കിൽ ഇതെങ്ങനെ ഇവരെ തിരുത്തി നന്നാക്കാൻ കഴിയും? ആ കാലഘട്ടം കൈവിട്ടു പോയില്ലേ? പക്ഷേ ആ കാലം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇത് വൈകാരികമായിട്ടല്ല നിയമപരമായിട്ടാണ് കാണേണ്ടതെന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. കാരണം ഇതിനെ നമ്മളൊന്ന് മനഃശാസ്ത്രപരമായിട്ട് കൂടി വിശകലനം ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ കുട്ടികളുടെ മനസ്സ് എന്തുകൊണ്ട് ഈ തരത്തിലായി? അപർണ പറയുന്നതും പൊതുസമൂഹത്തിൻ്റെ ചിന്താഗതിയും ഒക്കെ തന്നെ വരുന്നത് ഈ കുട്ടികൾ ഒട്ടും കുറ്റബോധമില്ലാതെ ആണ് പെരുമാറുന്നത്. അപ്പോൾ ഈ നെടുമങ്ങാട് നടന്ന അഫാൻ്റെ കേസിൽ പോലും അദ്ദേഹം 3 കൊലപാതകങ്ങൾ നടത്തിയതിന് ശേഷം മദ്യപിച്ച് ഇടവേളയെടുത്ത് വീണ്ടും കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് അതിനിടയിൽ ഒരിക്കൽ പോലും കുറ്റബോധം തോന്നുന്നില്ല, പശ്ചാത്താപം തോന്നുന്നില്ല, ഒരു മനസ്താപം തോന്നുന്നില്ല. ഈ കേസിൽ തന്നെ ഈ കുട്ടികൾ ഈ ഷഹബാസിനെ അതിക്രൂരമായി മർദ്ദിച്ച് മരണത്തിൻ്റെ വക്കിലെത്തിച്ചിട്ടും അവർ പിന്നീട് ഇൻസ്റ്റയിൽ നടത്തുന്ന ചാറ്റുകളിൽ പോലും ആ ക്രൂരകൃത്യത്തെ അയവിറക്കുകയും അതിൽ ആനന്ദിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ മാനസികാവസ്ഥയെക്കുറിച്ച് ഉള്ള പഠനമാണ് ശരിയായ രീതിയിൽ നടത്തണം. അല്ലാതെ ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അധ്യാപകർ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തും, രക്ഷിതാക്കൾ അധ്യാപകരെ കുറ്റപ്പെടും. അധ്യാപകർ പറയും രക്ഷിതാക്കളാണ് കുട്ടികളെ നല്ല നിലയിൽ വളർത്തുദോഷമാണെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ കൂടെയല്ലേ കുട്ടികൾ കൂടുതൽ നേരം കഴിയുമ്പോൾ നിങ്ങൾ നന്നാക്കി എടുക്കേണ്ട അധ്യാപകർ ചോദിക്കും. അധ്യാപകരുടെ കയ്യിൽ ചൂരലേൽപ്പിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം അധ്യാപകരുമുണ്ട്, രക്ഷിതാക്കളുമുണ്ട്. ചില അധ്യാപകർ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, എനിക്കത് മനസ്സിലായി. നമുക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് കുറച്ചും കൂടെ ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിട്ട് എത്താം എന്ന് തോന്നുന്നു. പരീക്ഷ എഴുതിക്കണോ ഈ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ അതിലേക്ക് തിരികെ എത്താം. ശ്രീ മുഹമ്മദ് സാദിഖ്, KSUവിന്റെ നേതാവ് ശ്രീ VT സൂരജ് നമുക്കൊപ്പമുണ്ട്.